ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിടുക്കാച്ചി വൈബൻ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മൂന്നാർ ബൈപ്പാസിലുള്ള ചിത്തിരപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. വൈകുന്നേരം ഏകദേശം ഒരു 11:30 ആയപ്പോൾ നമ്മളിവിടെ വന്നു. ടി എലൻസ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. ഇന്നലെ മൊത്തം നനഞ്ഞു കുളിച്ച് നമ്മുടെ കോട്ടൊക്കെ ഉണങ്ങാനാക്കി ഇട്ടേക്കുന്നതാണ്. ഈ റൂം കണ്ടോ, മൊത്തം അലങ്കോലായി കിടക്കുകയാണ്. ഇന്നലെ വന്നിട്ട് ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തു, ഇവിടെ വന്ന് കിടന്നു എന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. ഇന്ന് രാവിലെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:45 ഇതാണ് മക്കളെ മഴ എന്ന് പറഞ്ഞാൽ. ബാക്ക് സൈഡിലേക്ക് കണ്ടോ, നല്ല കോടമഞ്ഞാണ്, അതുപോലെ തന്നെ അടിപൊളി മഴയും. നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇതാണ്ടോ നമ്മുടെ വണ്ടി. എവിടെ പോയാലും നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മുടെ സന്തത സഹചാരി എന്ന് തന്നെ പറയാം. ഇന്ന് നമ്മൾ നേരെ മൂന്നാർ ടൗണിലേക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് വട്ടവടയ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൂന്നാർ ബൈപ്പാസ് റോഡാണ് കേട്ടോ. ബൈപ്പാസ് റോഡിന്റെ ഒരു സൈഡിൽ നിർത്തിയിട്ട് നിങ്ങളെ ഈ തേയിലത്തോട്ടവും അതിന്റെ ഒപ്പം തന്നെ ഈ മൂടൽമഞ്ഞും വളരെ ശക്തമായിട്ടുള്ള മഴയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചു തരാന്ന് വിചാരിച്ച് നിർത്തിയതാണ്. ഇതാണ് മഴ, മഞ്ഞ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ മൂന്നാറിന്റെ ഒരു അടിപൊളി കാഴ്ചകൾ, അതായത് മഴക്കാഴ്ചകളിലൂടെയാണ് നമ്മളിന്ന് ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാർ ബൈപ്പാസിലൂടെ മൂന്നാർ ടൗണ് ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട് മൂന്നാർ ടൗണിലേക്ക്. ഭയങ്കര മിസ്റ്റും ഭയങ്കര മഴയും നല്ല രസം കേട്ടോ കാണാനായിട്ട്. ഗൈസ്, നമ്മളങ്ങനെ ഏറ്റവും അവസാനം ഉണ്ടല്ലോ, നമ്മൾ മൂന്നാർ ടൗണിനോട് ചേർന്ന് നമ്മുടെ KSRTC സ്റ്റാൻഡ് ഉണ്ടാവും. KSRTC സ്റ്റാൻഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന KSRTCയുടെ പമ്പാണ്. അതിനോട് ചേർന്ന് തന്നെ ആയിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഫ്ലവർ ഷോയും അതുപോലെ തന്നെ എക്സിബിഷനൊക്കെ നടക്കുന്ന ഗ്രൗണ്ട്, നമ്മുടെ മൂന്നാറിലെ ഗ്രൗണ്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫെൻസിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ശരിക്കും യൂക്കാലിപ്റ്റസ് തോട്ടാണ്. നേരത്തെ നമുക്ക് ഇവിടെ ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം അവർ ഫെൻസിങ് ഒക്കെ ചെയ്ത് അത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ എന്താ, നമുക്ക് ഇവിടെ ഈ പമ്പിൽ കയറിയിട്ട് കുറച്ച് പെട്രോൾ അടിക്കാം. പെട്രോൾ അടിച്ചിട്ട് നമുക്ക് നേരെ മൂന്നാർ ടൗണിലേക്ക് പോകാം. ഇതാട്ടെ മൂന്നാർ ബസ് സ്റ്റാൻഡ്. ഈ വഴിയാണ് നമ്മൾ നേരെ സൂര്യനെല്ലി പോയിട്ട് കൊളുക്കുമലയൊക്കെ കയറാൻ വേണ്ടി പോണേ. അയ്യോ, ഒരു കാറുകാരൻ നമ്മുടെ മേത്തേക്ക് വെള്ളം തെറിപ്പിച്ചിട്ട് പോയി. ഈ കാണുന്ന കേട്ടോ നമ്മുടെ റിപ്പിൾട്ടിയുടെ ഫസ്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ്. അതായത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉള്ള ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞില്ലേ, ചായ് ബ്രേക്ക്, റിപ്പിൾട്ടി ചായ് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കയറുന്നില്ല. ഇവിടെ നമ്മുടെ തേയിലൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. തിരിച്ച് നമ്മൾ മൂന്നാറൊക്കെ വന്നു കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് തേയിലൊക്കെ മേടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ചേട്ടാ, ഇവിടുന്ന് നമ്മുടെ വട്ടവടയ്ക്ക് പോകണ ഏത് റൂട്ടാ? ഈ പാലം കയറിയിട്ട് ലെഫ്റ്റ് പോകണം. ഓക്കെ ഓക്കെ, താങ്ക്സ്.
ഗൈസ് ഈ പാലം കയറിയിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വട്ടവടയ്ക്ക് പോകാം. ആ ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷനാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വട്ടവടയ്ക്ക് പോകേണ്ടതെന്നുള്ളത്. അത് കാരണം കൊണ്ടാണ് അച്ഛനോട് ചോദിച്ചത്. കഴിഞ്ഞാണ് ഞങ്ങൾ വട്ടവടയ്ക്ക് പോയത് ഫാമിലി ഒത്തിട്ടാണ്. ഞാനും അച്ഛനും അമ്മയും അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഡിക്ടറും ഉണ്ടായിരുന്നു. ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് പോവാണ്. വട്ടവട റൂട്ടിൽ നമ്മൾ എത്ര തവണ പോയാൽ പോലും നമുക്ക് അത് മടുപ്പ് ഫീൽ ചെയ്യില്ലാത്തൊരു വഴിയാണ് കേട്ടോ. റിപ്പിൾ ടീയുടെ ടീ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ടീ ഫാക്ടറി ഔട്ട്ലെറ്റും കഫ്റ്റീരിയ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നല്ലൊരു ചായ കുടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇത് ഷൂട്ടിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒത്തിരി ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു കേന്ദ്രം തന്നെ പറയാൻ പറ്റും. അതുപോലെ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. ഇവരൊക്കെ ചെറിയ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സാണ് കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ആ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൺസൂൺ കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറന്നിട്ട് വെള്ളം മൊത്തം പുറത്തേക്ക് വിട്ടിട്ട് ഡാമിൽ വെള്ളമില്ല കേട്ടോ. ഒപ്പം കണ്ടില്ലേ, ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു എക്കോ പോയിന്റ് ഉണ്ട്. പിന്നെ ഒരു ഡാമുള്ളത് കുണ്ടല ഡാമാണ് കേട്ടോ. നമ്മളീ പോകുന്ന വഴി ഫുള്ള് യൂക്കാലിത്തോട്ടം കേട്ടോ. ആനനെ കണ്ടോ എവിടെ? ഒരു സംഭവം കാണിച്ചിട്ടുണ്ടത് അങ്ങ് ദൂരെ കണ്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. 2 അവന്മാർ നിൽക്കണുണ്ടോ. മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ട് എക്കോ പോയിന്റ് എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാട്ടോ അവിടുത്തെ. നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിനെ അപേക്ഷിച്ച് നമുക്ക് വേറൊരു ഡിഫറൻസ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കച്ചവടമൊക്കെ, അതായത് നമ്മുടെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. ഇവിടുന്ന് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ ദൈവമേ ഇത് കണ്ട മുകളിലിരിക്കണവന്മാർ കണ്ട എന്താ എടുത്തുകൊണ്ട് പോകണമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇവിടുന്ന് രക്ഷോട് തന്നെ ബാക്ക് സൈഡിലേ കുരങ്ങന്മാരെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കണ സാധനമൊക്കെ എന്തെടുത്തോണ്ട് പോകണമെന്ന് പറയാൻ കഴിയില്ല. പെട്ടെന്ന് ഓടിപ്പാഞ്ഞു വന്ന് ചാടി എടുത്തോണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയതല്ലേ. ചെറുതായിട്ടൊരു മഴ ചാറി വരുന്നുണ്ട്. നമ്മൾ പിന്നെ മഴ കൊള്ളാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് വന്നതല്ലേ. അത് കാരണം കൊണ്ട് പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ലാത്തൊരു കാര്യമാണ്. ഒരു സൈഡിലേക്ക് കഴിഞ്ഞാൽ ചോളം വിൽക്കുന്നവർ, മറ്റൊരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഗ് വിൽക്കുന്നവർ എന്ന് വേണ്ട എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ എക്കോ പോയിന്റ്. ഇത് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ ആണ് ഈ കാണുന്നത്. പക്ഷേങ്കിൽ വെള്ളം കുറവാണ്. പക്ഷെ എന്നാലും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതുണ്ടോ ഇവിടുന്ന് നല്ല സൗണ്ടിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കോ അടിക്കുമെന്നാണ് പറഞ്ഞത്. അത് കൊള്ളാട്ടാ. അവിടെ ഒരു ചേട്ടൻ വണ്ടി അവിടെ എവിടെയെങ്കിലും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കുറേ നടക്കാനുണ്ടല്ലോ. ഇനി ഒത്തിരി അങ്ങോട്ട് നടന്നാലേ വണ്ടി അടുത്തേക്ക് എത്തത്തുള്ളൂ. മേഘങ്ങൾ പോലെയുള്ള കോടമഞ്ഞാണ് ഇത് ആ മലയുടെ മുകളിൽ കാണുന്നത്. നമ്മൾക്ക് അവിടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കോടമഞ്ഞാണ്.
കുണ്ടല ഡാം 500 മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി അങ്ങോട്ട് താഴത്തോട്ട് പോകാം. അവിടെ ടിക്കറ്റോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ ഇതേ കുണ്ടല ഡാമിൻ്റെ മുകളിലേക്കിടെ ബൈക്ക് ഓടിച്ചോണ്ട് പോകണം. ഫോട്ടോ വേണ്ട ബ്രോ. കുറേ ചേട്ടന്മാർ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. ഹായ് ബ്രോ. വേറെ കമ്മിഷൻ Belgaum. Oh, okay. You're from? I'm from here. Yeah. Hi guys. Welcome to his channel. Hi guys. Bro, one more YouTuber. Hey, Adeo. YouTuber meets YouTube. അല്ല ബ്രോ, വൈഫൈ വരാൻ പറ്റും. എൻ്റെ കയ്യിൽ റേഞ്ച് ഇല്ല. എന്താ കഴിക്കാനുള്ളത്? ഒരു ബ്രെഡ് ഓംലേറ്റ്. ആ അല്ല, മൂന്നാർ നല്ല മഴയാ. ഇന്ന് മൂന്നാർ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ അങ്ങോട്ട് വന്നിട്ട് പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു മഴയില്ല. ആ ഞാനത് വട്ടവടയ്ക്ക് നേരെ പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരലുണ്ടാവില്ല. ഇല്ല, ഒരു 6 മണി വരെ ഇല്ലേ? 6 മണി ഇല്ല അല്ലേ? എത്ര മണി വരെയാണ് ഓപ്പണിങ്? എത്ര കയറ്റി വിടില്ല? ആ അത് പറഞ്ഞു തന്നാ കേട്ടോ, അല്ലെങ്കിൽ ആ വഴി പോലെ. ഓ ഇത് അടിപൊളി കേട്ടോ. ശരിക്കും എന്താ പറയുക, ബ്രെഡ് ഓംലെറ്റ് എക്സ്പേർട്സ് ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 5 മണി 6 മണിയോടുകൂടി തുടങ്ങിയ നമ്മുടെ യാത്ര ഇപ്പോൾ സമയം ഏകദേശം 4 മണിയോടടുത്ത് എത്തിയിരിക്കുന്നു. നമ്മൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മൺസൂൺ അല്ലെങ്കിൽ മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വട്ടവട ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അവിടെ 6 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ആവും. പക്ഷേ ചെക്ക് പോസ്റ്റ് ഓൾറെഡി നമ്മുടെ ഈ മൺസൂൺ പ്രമാണിച്ച് ക്ലോസ്ഡ് ആണ്. ആൾക്കാരെ ഉള്ളിലേക്ക് അടുത്ത് വിടുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൺസൂൺ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൂടെ വട്ടവടയിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാൻ തീരുമാനിച്ചേക്കാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. Okay, anyway, I am Akhil, signing off.